എന്തുകൊണ്ടാണ് നോമ്പിൻ്റെ തലേ ദിവസം നമ്മളെ ആളുകൾ തൃപ്തിപ്പെടുത്തിയത് ശരീരത്തിനെ? മനസ്സിൻ്റെ ഇപ്പം മനസ്സ് ആരാളാണ്? ശരീരത്തിൻ്റെ ആളാണ്. അവിടെയാണ് പ്രശ്നം. അങ്ങനത്തോർക്ക് യഥാർത്ഥ നോമ്പ് നോൽക്കാൻ കഴിയൂല. അവർക്ക് തിറക്കുണ്ടാവില്ല, വിജയമുണ്ടാവില്ല, ഉയർച്ച ഉണ്ടാവില്ല. ഞാൻ അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളുടെ മജ്ലിസിൽ 30 കൊല്ലം പങ്കെടുത്ത ഒരു ദാക്കിറായ മനുഷ്യൻ എനിക്കൊരു പുരോഗതിയും ദിക്ർ ചൊല്ലിയിട്ടുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് അബൂ യസീദ് അൽ ബിസ്താമിയെ സമീപിച്ചു. അള്ളാഹു വലിയ മഹാനാണ്, അവർ വലിയ മഹാനാണ് അബൂ യസീദ് തങ്ങൾ. അള്ളാഹുവിനെ ദർജ കൊടുക്കട്ടെ. വലിയ പണ്ഡിതന്മാർ സൂഫികളിലും ഔലിയാക്കളിലും ഒക്കെ പിൽക്കാലഘട്ടത്തിൽ പറയപ്പെട്ടതിൽ ഏറ്റവും വലിയ മഹാന്മാരിൽ ഒരാളാണ് അബൂ യസീദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ഇവിടെ ഓർക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് ഒന്ന് സെറ്റ് ചെയ്തിരുന്നത്. ശ്രദ്ധിക്കണം. അബൂ യസീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദിക്റിൽ 30 കൊല്ലം പങ്കെടുത്തിരുന്ന ഒരാൾ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, 30 കൊല്ലത്തേക്കാൾ കൂടുതൽ നിങ്ങളെ മജ്ലിസിൽ ഞാൻ ദിക്റിന് കൂടിയിട്ടുണ്ട്. എനിക്കൊരു പുരോഗതി ഉണ്ടായിട്ടില്ല, ഒരു പുരോഗതി എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ പറഞ്ഞു, അല്ലയോ ഇന്ന് പുരോഗതി ഉണ്ടാവും. ഞാൻ പറഞ്ഞതിന് വഴിപ്പെടും, ഞാൻ പറഞ്ഞത് ചെയ്യും. ഫഖാല അബൂ യസീദ്, അപ്പോൾ അബൂ യസീദ് ലാ തഫഅൽ, ഇത് ചെയ്യൂല. ലാ യാ ശൈഖ്, ചെയ്യോ. അപ്പോൾ ശൈഖ് പറഞ്ഞു, ചെയ്യൂല. പിന്നെ ചെയ്യുമെന്ന് പറയണ്ട, ചെയ്യൂല. അപ്പോഴും ഈ മുരീദ് പറഞ്ഞു, എന്ത് ചെയ്യും? ഞങ്ങളെന്ത്, എനിക്ക് പുരോഗതി ഉണ്ടാണ്, അള്ളാഹിന്റെ അടുക്കൽ പുരോഗതി ഉണ്ടാണ്. ഞാൻ 30 കൊല്ലങ്ങളെ മജ്ലിസിൽ ഇപ്പോഴും എനിക്കൊരു പുരോഗതി ഉണ്ടായില്ല. എനിക്ക് പുരോഗതി വേണം. നിങ്ങൾ പല ആളുകൾക്കും പുരോഗതി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, പല ആളുകളെയും വലിയ വലിയ സ്ഥാനത്തെത്തിച്ചിട്ടുണ്ട്. എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ പറഞ്ഞു, നിനക്ക് മാറ്റം ഉണ്ടാവും, ഞാൻ പറഞ്ഞത് ചെയ്യണം, ചെയ്തോളാം. അപ്പോൾ പറഞ്ഞു, ഇത് വലിയ കാളിയാണ്, വലിയ തലയെ കെട്ടി ഇങ്ങനെ ജനങ്ങളടിയിൽ മൂടക്കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കണ വലിയ കാളിയൊരു പാപ്പയാണ് ഈ ആള്. മൊലിയരാണ്, കാളിയരുമാണ്. അപ്പോൾ പറഞ്ഞു, ഇത് എന്ത് ചെയ്യാ? ഇത് ആദ്യം ചെയ്യേണ്ടത് എൻ്റെ താടി പഠിക്കുക. താടി മുഴുവൻ അങ്ങോട്ട് ഇത്തരം വല്ല പുക്കൾ വരെ നീണ്ടു കിടക്കണ എൻ്റെ ആ ചൂല് പോലത്തെ താടി ഉണ്ടല്ലോ, അത് ജിന്നത് പഠിക്കാം. എനിക്ക് അള്ളാഹിൻ്റെ തെത്തുള്ള മാർഗം ഇതത് പഠിക്കാം. പഠിച്ചിട്ട് എൻ്റെ ഈ നീളം കുപ്പായോ ഒല്ലിയും തലയെ കെട്ടുമ്പോഴുള്ള തലയെ കെട്ടും ഇതൊക്കെ ഞാൻ അഴിച്ചു വെക്കുക. എന്നിട്ട് ചാക്ക്, മനസ്സിലായില്ലേ? ചാക്ക് കുത്തഴിച്ചിട്ട് എന്താക്കുക? വസ്ത്രമാക്കുക. ഇവിടെ കെട്ടുക. ചാക്ക് മനസ്സിലായില്ലേ? പറയുന്നത് മനസ്സിലായില്ലേ? നെല്ലും മരിയൊക്കെ കിട്ടണ ചാക്ക് കുത്തു കഴിച്ചിട്ട് എന്ത് കഴുത്തിൽ കെട്ട്. എന്നിട്ട് ചാക്കൊക്കെ കുത്തഴിച്ച് അതൊക്കെ വസ്ത്രമാക്കി എന്ത് ചെയ്യാ? ഈ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത പോലത്തെ ഒക്കെ ഒരു കീസിലാക്കി അതെന്റെ പെരടീക്ക് കെട്ടുക. എന്നിട്ട് എനിക്ക് ഖാലിസ്ഥാനുള്ള മഹലിലേക്ക് ചെല്ലുക. എന്നിട്ട് അവിടെ ആളുകൾ കൂടുന്ന ഏറ്റവും ആളുള്ള അങ്ങാടിയിൽ പോയി ഇറങ്ങുക. എന്നിട്ട് ആ അങ്ങാടിയിൽ കൂടി 2 വട്ടടിച്ച് നടക്കുക. എന്നാ എനിക്ക് ഇവിടെ നിന്നാൽ അറച്ചു പോയിക്കാൻ കഴിയും. എന്നിട്ട് ജനങ്ങളോട് പറയാം, കുട്ടികളൊക്കെ അപ്പൊ എന്നെ കാളിയർ പാപ്പ പറഞ്ഞാല് അസിസ്റ്റന്റ് കാളിമാരൊക്കെ ധാരാളമുണ്ട്. അവരെ മേലുള്ള ആളാണ് ആര്? പറയണ ചങ്ങായി കാളിൽ കുളാത്ത്. അപ്പൊ കാളിൽ കുളാത്ത് താടി പഠിച്ച് പറയാ മര്യാദക്ക് തുണി കുപ്പായമല്ല, പിന്നെ എന്താ ഉള്ളത്? നെല്ലും അരിയും കൊണ്ടുപോണ ചാക്ക്. ആ ചാക്ക് പെരടിയിൽ കെട്ടിയിട്ട് നടക്കണ കാണാൻ ജനം കുത്തൊഴുകി വരും. അപ്പോൾ ഈ വിളിച്ച് പറയാം, എന്റെ പുറത്ത് ഏതെങ്കിലും കുട്ടികൾ വന്ന് തല്ലുകയാണെങ്കിൽ ഞാൻ അവർക്ക് ഈ സാധനം അങ്ങനെ കൊടുക്കും. എന്ത് പറയും? അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത. കുട്ടികൾക്ക് ആ ജാതി സാധനം വലിയ ഇഷ്ടം. അപ്പൊ ഇത് കണ്ടിട്ടെങ്കിലും കുട്ടികൾ ഇത് കോമഡിയായല്ലോ, ഇപ്പൊ തല്ലാലോ, ഇത് പാരല്ല, കളിയരല്ല, ഇത്
കല്യാണത്തിൻ്റെ പന്തല് വരെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറാൻ പേടിയുള്ള നാട്ടുകാരോടാണ് എന്ത് പറയണത്. താടിയൊക്കെ പഠിച്ച പിന്നെ വരാലോ. അപ്പൊ എന്ത് ചെയ്തോ ഇജി പിന്നെ വിളിച്ച് പറഞ്ഞാൽ കുട്ടികൾ വന്നു എറിപൂന അല ലഹരിക്ക. അപ്പൊ ഇജി കാതിൽ കുളാത്തായി നടക്കണം, എൻ്റെ പുറത്തവര് തല്ലും. അപ്പൊ ഇയാൾ കയറും, ഒരു ദിക്റും ചെല്ലണ്ട. ഇല മലക്കുത്തി സമാ, അനക്ക് ഇവിടെ നിന്നാൽ അർശിക്കെത്താനുള്ള വഴിയുണ്ട്, അതിന് മാത്രമുള്ള ദിക്റൊക്കെ എനിക്ക് ഇജ്ജ് ചെല്ലിയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനൊരു ഹിജാബാണുള്ളത്. എന്താ ഹിജാബ്? എൻ്റെ ഉജുബിൻ്റെയും കിബറിൻ്റെയും മറ. ആ മറന്നാണ് നീങ്ങിയാൽ നിനക്ക് ഇവിടെ ഇരുന്നാൽ 7 ആകാശം വാനം ഒക്കെ തുറന്നോവർ അവിടെ വായിക്കാം. അപ്പൊ കാളിയർ പറഞ്ഞു, ഇതൊക്കെ ആരാ ചെയ്യാന്ന് പറഞ്ഞു. നിങ്ങൾ ചെയ്യാൻ കഴിയുന്ന വല്ലുണ്ടെങ്കിൽ പറയുന്ന ഇത് ഹബാനി പോയിക്കോ, ഇശാവൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവിടെ അയാൾക്കത് ചെയ്യേണ്ടിയിരുന്നില്ല. ചെയ്യാനുള്ള മനസ്സെനിക്കുണ്ട് എന്ന് അയാൾ കാണിച്ചാലും മനസ്സുകൊണ്ട് അയാൾക്ക് ഹുജ്ബ് പൊട്ടിക്കാൻ കഴിയും. മറകൾ അതിന് അയാൾ എന്ത് പറഞ്ഞു? അയാൾ പറഞ്ഞത് ശരിയാണ്. അയാൾ മനസ്സ് പാകപ്പെട്ടിട്ടില്ല. നന്നാവണോ എന്തിനും പാകപ്പെടും, നന്നാവണ്ടോ എന്തിനും പാകപ്പെടും. രാജാവാണ് വെള്ളം മുക്കി കൊടുത്തിട്ട് തല്ലി വാങ്ങിയത്. രാജാവ് ആരാ? രാജാവ് ഇബ്രാഹിം അദ്ദേഹം. പിന്നെ എന്ത് ചെയ്തു? ആ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പിന്നെ തോട്ടക്കാരുടെ തോട്ടത്തിന് 1 ദിർഹം 2 ദിർഹമിന് കൂലിക്ക് പണിയെടുക്കും. എന്നിട്ട് തോട്ടക്കാർ ഞങ്ങൾ ഉദ്ദേശിച്ച അത്ര ആയിട്ടില്ല എന്ന് പറഞ്ഞ് അക്രമികളായ ആളുകൾ തല്ലും. ആരെ? രാജാവിനെ. ഇബ്രാഹിമിനെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മളപ്പുറത്തെ ഇബ്രാഹിം കുട്ടിയാണ് മനസ്സിലാക്കുക. രാജാവിനെ എന്ന് പറയണ ബൽഖയിലെ രാജാവിനെ തല്ലും. ആര്? ജൂതന്മാര് തല്ലും. തോട്ടത്തിൽ പണിയെടുത്ത് ശരിയായിട്ടില്ല, കാക്ക വൈകുന്നേരമായി ഞാൻ 2 ദിർഹമാണ് നേരത്തെ, നിങ്ങൾ എന്ത് പണിയായി എടുത്ത്? അങ്ങനെ തല്ല് കിട്ടിയ പൈസ വാങ്ങിയിട്ട് ആരും അറിയാതെ സാധുക്കളുടെ വീട്ടിന്റെ മുന്നിൽ കൊണ്ടേക്കും. തിരിഞ്ഞില്ല, ഇങ്ങനെ കൊടുക്കൂല. എങ്ങനെ കൊടുക്കാൻ ഓൻ അപ്പോ ഒരു ചിരിച്ച് സന്തോഷിച്ചാൽ അവിടെ എനിക്ക് ഇരിയാവുണ്ടാവും. അപ്പൊ നട്ടപ്പാതിരക്ക് സാധുവിന്റെ വീട്ടുമുറ്റത്ത് കൊണ്ടേക്കും. വീട്ടുവാതിൽക്കൽ ആരാ വെച്ചതെന്ന് അവൻ അറിയണ്ട. അപ്പൊ ഓനെന്ന് ചിരിച്ച് ഒരു ബഹുമാനിച്ച നിലക്ക് പോലും എന്റെ അമൽ ബാത്തിലാകരുത്. ഇതാരും ചെയ്തതാ? പറ, ആര് ചെയ്തു? രാജാവ്. ആ രാജാവാണ് ഇബ്രാഹിം ലോകം. ആ രാജാവാണ് സിംഹത്തോട് മര്യാദക്ക് പൊയ്ക്കോന്ന് പറഞ്ഞപ്പോൾ സിംഹം മാറിപ്പോയത്. ഈ രേഖ എത്ര ഇതിലാവില്ല ഉള്ളത്? വഴിയാത്രക്കാരെ വഴി മുടക്കി സിംഹം. അപ്പോൾ ആ യാത്രാ സംഘത്തിൽ ഇബ്രാഹിമിനും അദ്ദേഹമുണ്ട്. ജനങ്ങൾ പേടിച്ചോടാൻ ഒരുങ്ങിയപ്പോൾ പറഞ്ഞു വേണ്ട, മുടക്കി. നേരെ സിംഹത്തിനടുത്ത് ചെന്നു. ഞങ്ങളെ ഹുജ്ജാജാണ് ഇലാ ബലദില്ലാഹിൽ ഹറാം, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹറം ഷരീഫിലേക്ക് യാത്ര ചെയ്ത ഹാജിമാരാണ് ഞങ്ങൾ. ഇൻകാന ഫീ റിസ്ഖികൽ യൗം, നിനക്ക് പടച്ചോൻ ഇന്ന് തന്ന പേരിന്റെ ലിസ്റ്റിൽ, ഇന്ന് നിനക്ക് റിസ്ക്കാക്കി തരാമെന്ന് പറഞ്ഞ പേരിന്റെ ലിസ്റ്റിൽ ഇൻകാനു ഞങ്ങളും കൂടി ഉണ്ടെങ്കിൽ ഫൗക്കുൽന, ഞങ്ങളെ തിന്നാളാ. വയില്ല, പടച്ചോൻ തന്ന ലിസ്റ്റിൽ ഞങ്ങളെ പേരില്ലെങ്കിൽ ഫസ്രിഫാന, മാറിപ്പോ, ഞങ്ങൾ അജയോഗാണ്. അസദ് മാറിപ്പോയി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നിനക്ക് ആരും വേട്ടയാടി തിന്നാൻ അള്ളാഹു അനുവാദം തന്നിട്ടുണ്ട്. ഇന്ന് പടച്ചോൻ നിനക്ക് തന്ന ലിസ്റ്റിൽ ഞങ്ങളുണ്ടോ? ഞങ്ങൾ തിന്നോളാ. ഞങ്ങൾക്ക് അജ്ജിനെ കൂലിയായി, ഞങ്ങൾക്ക് വള്ളറയിലുമായി. അല്ലേ മാറിപ്പോണം, ഞങ്ങൾ അജ്ജിന് പോവാണ്. മാറി. എന്തുകൊണ്ട്? സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞു. ആ മനസ്സാണ് ആരെ നിയന്ത്രിച്ച്? ശരീഅത്തിനെ. നോമ്പ് യഥാർത്ഥത്തിൽ മനസ്സിലാണ്. മനസ്സ്. ഇവിടെ അടുത്തൊരു ആശുപത്രിയുണ്ട്. ഞാൻ ആശുപത്രിയിൽ 2 ആഴ്ച കിടന്നിട്ടുണ്ട്. അവിടുത്തെ ചികിത്സ എന്താണെന്ന് വെച്ചാൽ, ഷുഗർ കൂടിയാൽ, ഞാൻ ഷുഗർ കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണ്. കഴിഞ്ഞ 2-3 കൊല്ലം മുമ്പ് അവരെ ഷുഗർ ട്രീറ്റ്മെൻറ്റിന് ഞാൻ പോയിട്ടുണ്ട്. നല്ല ട്രീറ്റ്മെൻറ്റാണ്. എന്താ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ളത്. തീറ്റല്ല, കുടിയില്ല, ഒന്നുമില്ല. പട്ടിണി നടക്കുക.
അപ്പോൾ ഡോക്ടർ പറയും 1-2 ദിവസം ചെറിയ ഭക്ഷണം തന്ന് ഒന്ന് നമ്മളെ ലെവലാക്കും. 2 ദിവസം 3-ാം ദിവസം പറയും ഇനി ഭക്ഷണമില്ല. 72 നിർബന്ധം. അതിൻ്റെ മേലെ നിങ്ങളിഷ്ടം. പട്ടിണി നടക്കണം. എത്ര മണിക്കൂർ? 72 മണിക്കൂർ പട്ടിണി നടക്കണം. അതിൻ്റെ മേലെ എത്ര പോയോ അത്ര നിങ്ങളെ നേട്ടാ. അപ്പം നമ്മൾ അതിനാണ് തയ്യാറാവും. എന്തുകൊണ്ട്? നമുക്ക് പള്ളൊക്കെ കുറച്ച് പറഞ്ഞ് പെണ്ണുങ്ങളെ മുന്നിൽ ആളായി നടക്കണ്ടേ? ഓളാണല്ലോ നമ്മളെ ഇമാമ്. നമുക്ക് പള്ളൊക്കെ കൂടിയാൽ ഓക്ക് പള്ളല്ലാത്തൊരു ഭാര്യക്കാരനെ ഇഷ്ടം വന്നാലോ? ഒരു പള്ളല്ലാത്തൊരു ഫുട്ബോൾ പ്ലെയറെ ഫോട്ടോ നോക്കി ഓൾ ചിരിച്ചാലോ? നമുക്ക് നഷ്ടമാണ്. അതിനെക്കുറിച്ചൊന്നും വിഷയമില്ല. പെണ്ണുങ്ങളാണല്ലോ ഖിബ്ലത്തുഹും നിസാഉഹും. അവസാന കാലം ഞാൻ എത്തിയാൽ മുസ്ലിമീങ്ങളെ ഖിബ്ല പെണ്ണുങ്ങളായിരിക്കുന്നു. മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, പുറത്തു പറഞ്ഞിട്ടുണ്ട്. ഖിബ്ലത്തുഹും നിസാഉഹും. അവസാന കാലം എത്തിക്കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളെ ഖിബ്ല മക്ക മദീന ആവില്ല, പെണ്ണുങ്ങളായിരിക്കുന്നു. മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ഷറഫുഹും മതാഉഹും. അവരുടെ ഏറ്റവും വലിയ ഷറഫ് അവരുപയോഗിക്കുന്ന വസ്തുക്കളായിരിക്കും. അവർ ഇന്നോവയിൽ വന്നിറങ്ങി. മനസ്സിലായില്ലേ? 10 കുട്ടികളെ മദ്രസ ഇന്നോവയിലാണ് ഇറങ്ങിയത്. 80 കുട്ടികളെ മദ്രസ ഓട്ടോറിക്ഷയിലാണ് വന്നത് എങ്കിൽ നിങ്ങൾ ഇയാളെ കയ്യെ പിടിക്കോളൂ. ആരെ കയ്യെ? മനസ്സിലായില്ല? മറ്റൊരു കാരണം അയാൾക്ക് 10 കുട്ടികളെ ദർശാണെങ്കിൽ പോലും അയാൾക്ക് എന്തുണ്ട്? ഇന്നോവയാണ്. ഷറഫും മതാഉഹും. ഒരു കാലത്തെത്തിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ഷറഫ് അവരുപയോഗിക്കുന്ന വണ്ടിയായിരിക്കും, വാഹനമായിരിക്കും, വീടായിരിക്കും, വസ്തുക്കളായിരിക്കും. അവർക്ക് ഖിബ്ലത്തുഹും നിസാഉഹും. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ പെണ്ണുങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വേണമല്ലോ. അപ്പൊ സ്വാഭാവികമായും 72 മണിക്കൂർ നിർബന്ധമാണ്. 72 മണിക്കൂർ ഒരു ചുക്കില്ലാതെ കഴിഞ്ഞുപോയി. എന്തുകൊണ്ട്? 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 നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ മനസ്സ് തയ്യാറായി. അപ്പൊ ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടായില്ല. ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഭക്ഷണത്തിന് ഒരു മനുഷ്യന് ഒരു ദിവസത്തിൽ ഒരു നേരെ ആഗ്രഹം വരുള്ളൂ. ബാക്കി മുഴുവനും പൂതിയാണ്. അത് ആദിയാണ്. ആദിയും പൂതിയും. ആകെ ഭക്ഷണത്തിന് ഒരാൾക്ക് ഒരു നേരെ ആദ്യമുള്ളൂ, ബാക്കിയൊക്കെ പൂതിയാണ്. പൂതിയുണ്ട് ഭക്ഷണം കഴിക്കണത്. ഞാൻ 72 മണിക്കൂറും അതിനേക്കാളൊക്കെ കയറിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് വിഷയം തന്നെ ആവില്ല. എന്തുകൊണ്ട്? നമ്മളൊന്ന് ശരിയാകാൻ നമ്മളെ മനസ്സ് തീരുമാനിച്ചു. കഴിഞ്ഞു വന്നപ്പോൾ പെണ്ണുങ്ങൾ തന്നെ പറഞ്ഞു ഇപ്പൊ ഒരു കുട്ടപ്പനായിട്ടുണ്ട്. കുട്ടപ്പനായി. ഇപ്പൊ നിങ്ങളൊരു കുട്ടപ്പനായിട്ടുണ്ട്. നമ്മളെ പൈസ പോലായി. നമ്മൾ തിന്നാതെ അയാൾക്ക് പൈസ കൊടുക്കണം. മനസ്സിലായില്ല? തിന്നിട്ട് അയാൾ പൈസ വാങ്ങുകയാണെങ്കിൽ അൽഹംദുലില്ലാ. നമ്മൾ തിന്നാനും പാടില്ല, അയാൾക്ക് പൈസയും കൊടുക്കണം. പൈസ കൊടുക്കണം. നിങ്ങൾ ഒരു നേരം അവിടെ പൈസ തിന്നാതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 10 നേരത്തെ പൈസ കൊടുക്കണം. എന്നാലേ ഒരു നേരം അവിടെ തിന്നാതൊക്കെ നമ്മൾക്കുള്ളൂ. എന്നാലും നമ്മൾ തിന്നാതൊക്കും. എന്തുകൊണ്ട്? നമ്മളെ മനസ്സ് ശരീരത്തിനെ നിയന്ത്രിക്കും. എന്തുകൊണ്ട്? ശരീരത്തിൻ്റെ വേറൊരാഗ്രഹം നടത്തി കൊടുക്കാനാണ് മനസ്സോട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. എന്തുകൊണ്ടാണ് മനസ്സവിടെ വഴിപ്പെട്ടത്? ശരീരമാകുന്ന ഈ സാധനത്തിനെ കൊണ്ട് വേറൊരു ഉപകാരമുണ്ട്. ആ ഉപകാരത്തിന് ശരീരം തയ്യാറെടുക്കുമ്പോൾ മനസ്സ് കൂടെ നിന്ന് കൊടുക്കുക. അവിടെയും മനസ്സ് മഅ്മൂറ ആമിറല്ല. തടി കണ്ടപ്പോൾ ഓൾ പറഞ്ഞു കുട്ടപ്പനായിട്ടുണ്ട്. അപ്പം മനസ്സിന് മതി നിറഞ്ഞ് ഇനി നമുക്ക് 45,000 പോയി എന്ത് കുഴപ്പം? 55,000 പോയാൽ എന്ത് കുഴപ്പം? ഓൾ കുട്ടപ്പനായെന്ന് പറഞ്ഞല്ലോ. അപ്പം വിഷയം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കർമ്മം നടക്കേണ്ടത് നമ്മുടെ മനസ്സിലാണ്. അതില്ലാത്ത കാലത്തോളം നമുക്ക് ഉദ്ദിഷ്ട ഫലം ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. നമ്മൾ വളരെ ചിന്തിക്കണം. ചിന്തിച്ച് വരും. ഈ ഒരു സമയം നമ്മൾ അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ രൂപപ്പെടുത്തണം. അള്ളാഹിൻ്റെ റഹ്മത്തിനെ നമ്മളെ മനസ്സിലേക്ക് രൂപപ്പെടുത്തി കൊണ്ടുവരണം. അത് രൂപപ്പെടുത്തിയാലും തീരൂല. ദോഷം ചെയ്യുന്നത് പോലും അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമായി പിന്നീട് ഭാഗമായി ആയിക്കഴിഞ്ഞാൽ. ഇതേ ഇബ്രാഹിം അദ്ദേഹം ഒരിക്കൽ പറയുന്നൊരു സംഭവം ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ഖുശൈരി തങ്ങൾ തൻ്റെ
റിസാല ലോകപ്രശസ്തമായ കിതാബാണ് റിസാല. വളരെ ലോകപ്രശസ്തമാണ്. തസവുഫിൻ്റെ കിതാബുകളിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കിതാബാണ് റിസാല. അപ്പോൾ റിസാലയിൽ പറയുന്ന ഒരു സംഭവം കേട്ടോളി. വഹുക്കിയ, ഇതിൻ്റെ 136-ാമത്തെ പേജ്. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. വഹുക്കിയ അൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം. ഈ ഇബ്രാഹിമിനെ അദ്ദേഹമിനെ പറ്റി ഒരു ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അന്നഹു ഖാല, മഹാനവറുകൾ പറഞ്ഞു, കുന്തു അൻതളിറു മുദ്ദത മിന സമാനി അല്ല യഖ്ലുവൽ മത്വാഫു ലി. മത്വാഫിൽ ആരും ഇല്ലാതെ എനിക്കൊരു തവാഫ് ചെയ്യാൻ പല കാലവും ഞാൻ മുറാഖബ ചെയ്തു, ഞാൻ നിരീക്ഷിച്ച് നടന്നിട്ടുണ്ട്. അതായത് മത്വാഫിൽ ഒരാളില്ലാത്ത നേരത്തെ എനിക്ക് തവാഫ് ചെയ്യണം. അങ്ങനെ നിരീക്ഷിച്ച് പല നിലക്കും നടന്നു നോക്കി. ഫകാനത്ത് ലൈലത്തുൻ വൽമാഉ ഫിഹാ മത്റുൻ ഷദീദുൻ. മക്കയിൽ അതിശക്തമായ മഴ പെയ്ത കൂരിരുട്ടുള്ളൊരു രാത്രിയാണ് എനിക്കതിന് അവസരം ലഭിച്ചത്. ആര് പറയാം? ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയാം. വലിയ മഹാനല്ലേ അവർ പറയുന്നത്. ഇമാം ഖുശൈരി തങ്ങളുടെ റിസാലയുടെ 136-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേട്ടോളൂ. അങ്ങനെ എനിക്ക് ഒരു ഇല്ലാത്തൊരു സമയം കിട്ടണം. എനിക്കൊരു രഹസ്യം പറയാണ്ട്. ആരോട്? അള്ളാഹിനോട്. ഒച്ചത്ത് പറയുകയും ചെയ്യുക, ഉറക്കെ പറയുക, പൊട്ടിക്കരഞ്ഞ് പറയുക. ആരും കാണൂല. മറ്റേ മത്താപ്പിൽ ഇറങ്ങിയിട്ട് അങ്ങനെ പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ഇഷ്ടം പോലെ അവിടെ ആളുണ്ടാവും. അപ്പം എനിക്ക് അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞ് പറയണം, ഒച്ചട്ട് പറയണം, ശബ്ദം ഉയർത്തി പറയണം. ആരും കേൾക്കാനും പാടില്ല. അതിന് പറ്റൊരു ദിവസം ഏതാണ്, സമയം നോക്കി നടന്ന് ഞാൻ മക്കയിലുള്ള ഒരു രാത്രി അതിശക്തമായ മഴയാണ് പെയ്തു. കൂരിയിട്ട്. അപ്പോൾ ഞാൻ നേരെ, എല്ലാവരും റൂമിൻ്റെ ഉള്ളിലാണ്, എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിലാണ്, ഞാൻ മത്താഫിലേക്ക് ഓടി. ഇപ്പം ഏതായാലും ആളുണ്ടാവില്ല. അങ്ങനെ മത്താഫിൽ ചെന്നു. ഫഹലൽ മത്താഫിൽ ആരുമില്ല. ഫദഖൽതു തവാഫ, ഒരു മനുഷ്യൻ മത്താഫിലില്ല. ഈ നേരത്തെ മത്താഫിലേക്കോട്ട് വരൂല്ല. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. നോക്കണേ. അങ്ങനെ മത്താഫ് ഒഴിഞ്ഞു കിടക്കുക. ഫദഖൽതു തവാഫ, അങ്ങനെ ഞാൻ എന്തിലേക്ക് കയറി? തവാഫിൽ കയറി. വകുന്തു അഖൂലു ഫീഹി, ആ തവാഫ് മുഴുവനും ഞാൻ വേറൊന്നും പറഞ്ഞില്ല. അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞടിച്ചിട്ട് അല്ലാഹുമ്മ അസ്മിനി, അല്ലാഹുമ്മ അസ്മിനി, അല്ലാഹുമ്മ അസ്മിനി, അല്ലാഹുമ്മ അസ്മിനി, അല്ലാഹുവേ ഒരു കുറ്റവും ചെയ്യാത്ത ഒരു ഇസ്മത്ത് നീ എനിക്ക് തരണമേ എന്നാണ് ദുആ ചെയ്തത്. ഉറക്കെ പൊട്ടിക്കരഞ്ഞതായിരുന്നു. മറ്റേ വേറെയുള്ള ആളുള്ള സമയത്ത് അങ്ങനെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് തവാഫ് ചെയ്താൽ മനുഷ്യനെ ശ്രദ്ധിക്കും. അപ്പം എനിക്ക് റിയാവ് വരും, എനിക്ക് ഒഴിച്ചുപോ വരും. അപ്പം എൻ്റെ പണി മുടങ്ങും, എൻ്റെ ലക്ഷ്യം മുടങ്ങും. അപ്പം അതിനാണ് ഞാൻ ആരും എന്നെ കാണരുത്. ആരല്ലാതെ? അല്ലാഹു അല്ലാതെ. അതിശക്തമായ മഴ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മത്താഫിൽ ഒറ്റക്കാണ്. തൊട്ടടുത്തൊന്നും ഒരു മനുഷ്യൻ ഈ മത്താഫിലേക്കോട്ട് വരൂല്ല. അന്നത്തെ കാലം പ്രത്യേകിച്ചും. ഇപ്പോഴല്ലേ മത്താഫിൽ ആൾ ഉറപ്പായത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ തവാഫ് മുഴുവനും പൊട്ടിയാണ് കരഞ്ഞു അള്ളാഹിനോട്. ഒറ്റ വാക്കാണ് ആ 7 ചുറ്റിലും ഞാൻ റബ്ബിനോട് പറഞ്ഞത്. എന്ത്? അല്ലാഹുമ്മ അസ്മിനി, അല്ലാഹുമ്മ അസ്മിനി, അല്ലാഹുമ്മ അസ്മിനി, അല്ലാഹുവേ നീ എനിക്ക് ഇസ്മത്ത് നൽകണമേ. എന്താ ഇസ്മത്തിൻ്റെ വാക്ക്? പാപ സുരക്ഷിതത്വം. ഒരു പാപവും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഫസമിഅതു ഹാതിഫൻ യഖൂലു ലി, ആ തവാഫ് അവസാനിക്കുമ്പോൾ ഒരു അശരീരി ഞാൻ കേട്ടു. ഒരാളും ഇവിടെ ഇല്ല. പക്ഷേ എൻ്റെ റബ്ബിനോട് ഞാൻ ഞാനുങ്ങളും അല്ല തവാഫ് ചെയ്യുന്നത്. ആരാണ്? ഇബ്രാഹിം അദ്ഹം തങ്ങളാണ്. ഒറ്റ ദ്വാർന്നിട്ടുള്ളൂ. എന്ത്? അല്ലാഹുമ്മ അസ്മിനി, നീ അമ്പിയാക്കൾക്ക് കൊടുത്ത ഇസ്മത്ത് എനിക്കും തരണം, പാപ സുരക്ഷിതത്വം. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. തവാഫ് അവസാനിക്കുമ്പോൾ ഫസമിഅതു ഹാതിഫൻ യഖൂൽ, ഒരു അശരീരി മുഴങ്ങുന്നത് ഞാൻ കേട്ടു. എന്താണ് മുഴങ്ങുന്നത്? യബ്ന അദ്ഹം, ഇബ്രാഹിമിന്റെ മകനെ, ഇബ്രാഹിം അദ്ഹം എന്ന ഇബ്രാഹിമിന്റെ മകനെ, തസ്അലുനി അൽ ഇസ്മ, അമ്പിയാക്കൾക്ക് ഞാൻ കൊടുത്ത പാപസുരക്ഷിതത്വമാണ് നീ ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത്.
വകുല്ലുന്നാസി യസ്അലൂനി അൽ ഉസ്മാ. മനുഷ്യൻ ഈ ഭൂമിയിൽ ഇറങ്ങിയത് മുതൽ ഏത് മനുഷ്യനും നല്ലവനാണോ എന്നോട് ദുആ ചെയ്തത് അതാണ്. ഒരു പാപം കഴിയാത്തൊരവസ്ഥ എനിക്ക് ഇജ്ജ് മാത്രമേ എൻ്റെ ചിന്തയിൽ ചെയ്യുള്ളൂ. എന്നോട് ഇതെല്ലാവരും പറഞ്ഞതാണ്. ഒരു പാപം ചെയ്യാത്ത അവസ്ഥ എനിക്ക് നീ തരണം. എല്ലാം തല കൊടുത്ത് ചിന്തിക്കണം കേട്ടോ. മനസ്സിലായില്ലേ? ഫിദാഅസംതുക്കും. ഇനി ഞങ്ങളൊക്കെ പറഞ്ഞതനുസരിച്ച് ഇസ്മത്ത് തരികയാണെങ്കിൽ ഫമൻ അർഹം, പിന്നെ ആരോടാണ് എനിക്ക് റഹ്മത്ത് ചെയ്യാനുണ്ടാവുക? നിങ്ങൾ ശ്രദ്ധിച്ചില്ല, നിങ്ങൾ ഉറങ്ങി. കുറച്ചാളുകൾ റമദാൻ മാസത്തിലെ ക്ലാസ് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്, എന്നാൽ ഇഷ്ടമല്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ഉറക്കട് തുടങ്ങും. കൂട്ടൂല, നല്ല നീട്ടാതെ നിർത്തും. നീട്ടൊന്നുമില്ല, കുറച്ച് ക്യാപ്സൂൾ തന്നിട്ട് ഞാൻ നിർത്തും. എനിക്ക് പറഞ്ഞ് മനസ്സിലായില്ല. എൻ്റെ ഭാഷയിൽ ഇബ്രാഹിം നബി ഇജ്ജ് എന്നോട് ഇത് ചോദിച്ചിട്ടുള്ളൂ. എന്നാൽ കുല്ലുന്നാസി യസ്അലൂനനി, എന്നോട് ആദം നബിയുടെ കാലം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ മനുഷ്യന്മാരും ഒന്നൊന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഇജ്ജ് എന്നെ പാപസുരക്ഷിതനാക്കണേന്നാണ്. ഇജ്ജ് വിചാരിക്കണ ഇജ്ജ് മാത്രം അപ്പം അത് ചോദിച്ചതാണ്. ഇതെന്നോട് നിസ്കാരം തുടങ്ങുന്ന കാലം മുതൽ എല്ലാവരും പറയും നിന്നെ ഒരു തെറ്റും ചെയ്യാത്തവൻ ആക്കണം പഠിച്ചവനെ. പിന്നെ അവൻ എന്ത് ചെയ്യും? തെറ്റിയും. ഞാനവനെ പാപസുരക്ഷിതത്വം ഉള്ളവൻ ആക്കൂല. ഫൈദാഅസംതുക്കും. എന്താ ഞാൻ ഈ മനുഷ്യന്മാരെ പാപസുരക്ഷിതം ഉള്ളവരെ ആക്കാത്തത്? ഫമൻ അർഹമു അലൈ ബിഫമൻ അർഹമു. പിന്നെ ഞാൻ ആരോടാ റഹ്മത്ത് ചെയ്യാം? നിങ്ങളൊക്കെ നല്ലൊരായാൽ റിസാലയെന്ന് വായിക്കുന്നത്. റിസാല ഒരു സുന്നി മൂല്യം ശരിക്കില്ല, അത്രയും വലിയ കിതാബാണ്. ഒരു നിലക്ക് ഇഹ്യയേക്കാൾ വലിയ കിതാബാണ്. ഇഹ്യയേക്കാൾ വലിയ കിതാബാണ് റിസാല. അത്രയും വലിയ കിതാബ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. എന്താ പറഞ്ഞ ഇനി എനിക്ക് പാപം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ തരണേന്നാണ് എന്നോട് നന്നാവാൻ തീരുമാനിച്ചവർ മുഴുവനും മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ ഇന്ന് വരെ ചോദിച്ചത്. ഫൈദാഅസംതുക്കും. നിങ്ങൾ ചോദിച്ചനുസരിച്ച് ഞങ്ങൾക്ക് ആ പാപസുരക്ഷിതം ചെയ്താൽ ഞാൻ ചെയ്യാത്ത എന്താ? ഫമൻ അർഹമു. പിന്നെ ഞാൻ ആരോടാണ് കരുണ ചെയ്യുക? ഒരു വാക്ക് ഞാൻ പറഞ്ഞു നേരത്തെ, കുറ്റം ചെയ്യുന്നത് പോലും റഹ്മത്തിൻ്റെ ഭാഗമായിരിക്കും. നമ്മൾ കുറ്റം ചെയ്യും, എന്നിട്ട് നമ്മൾ കരയും. അപ്പോൾ അല്ലാഹു നമുക്ക് റഹ്മത്തും ചെയ്യും, അതിൻ്റെ അപ്പുറം തരും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ അള്ളാഹിൻ്റെ ഹിക്മത്തിൻ്റെ ഭാഗമാണ് എന്ത്? നമ്മൾ ഈ കുറ്റം ചെയ്യണത്. കുറ്റം ചെയ്യുന്ന സുഖമൊക്കെ നമ്മൾ അനുഭവിച്ചു, പിന്നെ അള്ളാഹ് പുറത്ത് തന്നു, സ്വർഗം തന്നു. ചിലർ പറയും കുറ്റം ചെയ്ത് സ്വർഗം കിട്ടിയാൽ തന്നെ ലാസ്റ്റ് ദറജ ഉണ്ടാവുള്ളൂ. അത് ഏത് വാപ്പ എന്നോട് പറഞ്ഞ്? ദറജൊക്കെ പറ്റ താഴെ ഇരിക്കും. അതേത് വാപ്പയെ പറഞ്ഞ്? ഏത് ഫിർദൗസിലേക്കും കയറ്റാൻ ആർക്ക് കഴിയും? അല്ലാഹ് അതിനൊരു തുള്ളിക്കണ്ണ് നിരവധിയാവും. അതാണ് റഹ്മത്തിൻ്റെ പത്ത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരാൻ ഉദ്ദേശിച്ചതെല്ലാം സത്യത്തിൽ ഒന്നാമത്തെ 10 ക്ലിയറായ പിന്നെ മറ്റൊക്കെ ഒരു ഓട്ടോമാറ്റിക് സാധന. ഒന്നാമത്തെ 10 ഉൾപ്പെടാത്തൊന്നുമില്ല. അപ്പം മൗഫിറത്തേ ഉള്ളൂ. റഹ്മത്തിൽ മൗഫിറത്തും ഉണ്ട്. തിരിഞ്ഞില്ല. റഹ്മത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ത്? മൗഫിറത്ത്. അപ്പം ഇനി രണ്ടാമത്തെ 10 ഒന്നാമത്തെ 10ൻ്റെ ഭാഗമാണ്. മൂന്നാമത്തെ 10 രണ്ടാമത്തെ 10ൻ്റെയും ഭാഗമായിട്ട് ഒന്നാമത്തെ 10 കയറുന്നതാണ്. വളരെ ജനറലായ 10 ഒന്നാമത്തെ 10ആണ്. ഇതിൽ എന്തു ചോദിക്കാം? ഇപ്പൊ രണ്ടാമത്തെ 10 ഒരാൾ പടച്ചോനെ എനിക്ക് പിന്നെ എൻ്റെ മകളെ നല്ലൊരു തറവാട്ടിക്ക് കെട്ടിക്കണ റബ്ബേൻ പറഞ്ഞൂടെ? പറയാ. പക്ഷെ രണ്ടാമത്തെ 10ൻ്റെ സ്പെഷ്യലൈസ് ചെയ്ത വിഷയത്തിൽ അത് പെടൂല. 10 ദിവസമൊക്കെ ഉണ്ടായിട്ട് ഒന്നും പറയാതെ ഇപ്പൊ യുദ്ധം വർത്താനൊന്നും മൽക്കൾക്ക് കേൾക്കാലോ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. എനിക്ക് നാട്ടിലെ വലിയ മുതലാളിയാകണം പഠിച്ചോനെ ഇപ്പൊ പറഞ്ഞാൽ. രണ്ടാമത്തെ 10 വേറെയാണ്. എന്ത്? അവ്വലുഹു റഹ്മത്തുൻ വൗസതുഹു മഗ്ഫിറത്തുൻ.
രണ്ടാമത്തെ 10 മൗഫറത്തിന്റെ ആണ്. എന്റെ ഒന്നാമത്തെ 10 തന്നെ ഇട്ട്. ഏതൊരു മോശപ്പെട്ടവനും കുറച്ച് ദിവസം നന്നാക്കണത് അള്ളാഹ് വരുന്ന സമയത്താണ്. നമ്മൾ റഹ്മത്തും വാങ്ങിപ്പോയിക്കോട്ടെ. തിരിഞ്ഞില്ല. ഒന്നാമത്തെ 10 നിനക്ക് മൗഫറത്തും വാങ്ങാം. കാരണം നിങ്ങളൊന്ന് മൂന്നാമത്തെ 10 എന്താ ഇത്തുക്കുമ്പൻ എന്നെ ഒന്ന് പറയങ്ങായി എന്താ ഇവിടെ വന്ന് ഇരിക്കണത്? മൂന്നാമത്തെ പേര് എന്താ ഇത്തുക്കുമ്പൻ എന്നാ പറ റഹ്മത്ത്. അപ്പൊ മൂന്നാമത്തെ 10 എന്ത് പെടും? എന്തിനുള്ളു? ഒന്നാമത്തെ 10ന്റെ ഉള്ളിൽ പെടുന്ന ഒരു മൂന്നാമത്തെ 10 ഉള്ളൂ. എന്താ ലൈലത്തുൽ ഖദർ പറയേണ്ടത്? അവസാനത്തെ രാത്രി എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ. നീ അഫു ചെയ്യുന്നവനാണല്ലോ. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ചെയ്യണേ. മാപ്പ് എന്താ? റഹ്മത്ത്. അതും ഒന്നാമത്തെ 10ൽ പെടും. ഒന്നാമത്തെ 10ൽ പെടാത്ത ഒന്നുമില്ല. എന്നാ ഒന്നാമത്തെ 10ൽ പെട്ട മുഴുവനും രണ്ടാമത്തെ 10 പെടൂല. അത് മുഴുവനും മൂന്നാമത്തെ 10 പെടൂല. അപ്പൊ യഥാർത്ഥത്തിൽ റമളാന്റെ ഏറ്റവും വലിയ സമയത ഒന്ന് നന്റെ അള്ളാഹു തആലക്ക് ഇത് ലാസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളെ പള്ളി കമ്മിറ്റി നമ്മളെയൊക്കെയാണ് അള്ളാഹു തആല ഇതിനെ കാറ്റഗറി തിരിക്കാൻ ഏൽപ്പിച്ചെങ്കിൽ നമ്മൾ എന്താ പറയാ? റഹ്മത്ത് നമുക്ക് ലാസ്റ്റ് കിടാം, എല്ലാവരും വന്നോട്ടെ. മറ്റേ കള്ളന്മാര് ആദ്യത്തെ 5-8 ദിവസം തെറാബി നിസ്കരിച്ചാണ്, പിന്നെ ഓനെ കിട്ടൂല. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞു ബുദ്ധി അതാണ്. അപ്പൊ നമ്മൾ പള്ളിയിലെ മൂല്യങ്ങൾ എന്ത് പ്രസംഗിച്ചു? റഹ്മത്തിന്റെ വിഷയങ്ങൾ ലാസ്റ്റാണ് ഉണ്ടാകുക. അപ്പൊ അതിന് പിന്നെ ആവേശം പോയി. കാരണം പിന്നെ ആകെ നോമ്പിന്റെ 2-3 ദിവസം ഒന്നും നോമ്പ് വെക്കാത്ത ഒരു മൂരാച്ചി ഉണ്ടാവില്ല. ഏതാണെങ്കിൽ നോമ്പ് വെക്കും. ഇന്ന് തലോൽമ നോറ്റില്ല, പിന്നെ എന്തിനു പറ്റും? നോൽമ നോറ്റി ഇന്നൊരു ഖുർആന്റെ മുസാഫൊക്കെ എടുത്തൊരു മുണ്ടാസൊക്കെ കെട്ടി, മനസ്സിലായില്ല. ഇന്ന് നൂറിനൊക്കെ പള്ളി കയറിയാൽ കുറച്ചേരെങ്കിലും മുസാഫും കൊണ്ട് ഇരിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. ഇതിങ്ങനെ വീര്യം കുറഞ്ഞു വരും. പിന്നെ രണ്ടാമത്തെ 10ൽ എത്ര ഭയം പറഞ്ഞാലും വന്നോളുന്നില്ല. മൂന്നാമത്തെ 10ലോ 25 മൊയ്ലാലിമാർ ഇറങ്ങുന്നുണ്ടോ നോക്കാനേ വരുള്ളൂ. അപ്പൊ ഏത് അഹ്മക്കുൽ ഹംകാവും വരുന്നതാണ് ഏത് ഒന്നാമത്തെ 10. അള്ളാഹ് ഏതോട് കമ്മിറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കിടും. അള്ളാഹ് ഒന്ന് കിട്ടും. എന്റെ ഇതിലെല്ലാരും വരുന്നവരാണ്. എന്റെ അടിമകൊക്കെ റഹ്മത്ത് കിട്ടിക്കോട്ടെ. അള്ളാഹിന്റെ വലിപ്പത്തരത്തില് അതൊരു റഹ്മത്താണ്. ഒന്നാമത്തെ 10 റഹ്മത്താക്കിയത് റഹ്മത്താണ്. മൂന്നാമത്തെ 10 എനിക്ക് എവിടുന്ന് വാങ്ങാം? പടയങ്ങായി മൂന്നാമത്തെ 10 എനിക്ക് എവിടുന്ന് വാങ്ങാം? ഒന്നാമത്തെ 10ൽ വാങ്ങാനോ? ഒന്നാമത്തെ 10ൽ വാങ്ങാൻ പറ്റാത്ത എന്താണ്? അല്ലാഹ് എനിക്ക് അഫു ചെയ്യണേ. അഫുവിന്റെ സമയം പിന്നെ നൽക്കറിയോ? അഫു ചെയ്യണേ ചോദിക്കണേ. എന്ത് ചോദിക്കാണ്? റഹ്മത്തിന് ചോദിക്കാണ്. റഹ്മത്തിന് ചോദിക്കണം മാസത്തിന്റെ അല്ലേ 10ന്റെ അല്ലേ? എന്താ ഈ അള്ളാഹിനെ പറ്റി ആലോചിച്ചാൽ ഇതൊന്നും ഒരു ചുക്കല്ല. ആദ്യത്തെ 10 ദിവസം ആദ്യം മെനക്കെട്ടു. പിന്നെ ഓൻ അമേരിക്കക്ക് ബിരുന്നുപോയി. നോമ്പ് 30 ദിവസമൊക്കെ ഉണ്ടെന്ന് ഓന് വിശ്വാസമുണ്ട്. കഫറൊന്നല്ല. പക്ഷെ ഓന് ആദ്യത്തെ 10 ശ്രദ്ധിച്ചുള്ളൂ. എന്നാലും അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. കാരണം കതബ അലാ നഫ്സി അർ-റഹ്മ, കതബ അലാ നഫ്സിഹി അർ-റഹ്മ, കതബ അലാ നഫ്സിഹി അർ-റഹ്മ. അർത്ഥം വെക്കി. കതബ അലാ നഫ്സിഹി അർ-റഹ്മ. കതബ എന്ന വാക്ക് നിങ്ങൾക്ക് എവിടുന്ന് മനസ്സിലാക്കാം? നോക്കട്ടോ. തിരിഞ്ഞിട്ടേ നമ്മൾ പോകുള്ളൂ. ഒരായത്താണ് കതബ അലാ നഫ്സിഹി റഹ്മ. കതബ അലാ നഫ്സിഹി റഹ്മ. കതബ എന്ന വാക്കിന് അർത്ഥം എന്താ? എഴുതപ്പെടുന്നത്. എഴുതപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതപ്പെടുക? ഇത് നിങ്ങൾക്ക് പഠിക്കാലോ. ഒന്നും തന്നെ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാം, നിങ്ങൾക്ക് നോമ്പ് എഴുതപ്പെട്ടു. എന്തിനോട് എഴുതപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു കാലത്തും അല്ലാഹു തആല മാറ്റൂല. എഴുത്തെന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷനാണ്. ഈ ശ്രദ്ധിക്കേ ഈ കോർപ്പറേഷൻ ഭാഗത്തൊക്കെ, പ്രത്യേകിച്ച് കോഴിക്കോടിൻ്റെ ഈ പരിസര ഭാഗങ്ങളിലൊക്കെ
നിക്കാഹിന് പറയാം എഴുത്ത് എന്നാ. അങ്ങനെയല്ലേ പറയാം ഡോക്ടറെ? എഴുത്ത് എന്ന് പറയാം. എഴുത്ത് എന്ന് പറയാം. എഴുത്ത് എന്നാണ്? എഴുത്ത് 31-ാം തീയതിയാണ്, 22-ാം തീയതിയാണ്. അത് നിങ്ങൾക്ക് ഒഴിവുണ്ട് ഉസ്താദെ? അങ്ങനെ വെക്കുക. അതായത് കല്യാണം നിക്കാഹിന് രണ്ടായിരിക്കും. അപ്പം ഓര് ഇന്ന ചില ആളുകൾ നിക്കാഹിന് വിളിക്കും, ഉസ്താദെ നിങ്ങൾ നിക്കാഹ് ചെയ്ത് കൊടുക്കണം, എഴുത്ത് നിങ്ങളുടെ ഡേറ്റ് അനുസരിച്ച് വെച്ച് തരാം. എഴുത്ത് എന്താണ് ഈ എഴുത്ത്? നിക്കാഹിന് എഴുത്ത് എന്ന് പറയാൻ കാരണം എന്താ? അത് മാറ്റപ്പെടാത്ത ഒരു രേഖയാക്കി അത് രജിസ്റ്റർ ചെയ്തു. അവിടുന്നാണ് എണീക്കണിന് മുമ്പ് തന്നെ അവിടെ എന്തിൽ ചേർക്കും? എന്തിൽ ചേർക്കും? രജിസ്റ്റർ ചേർക്കും. ഇനി അത് മാറ്റാൻ കഴിയൂല. ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇനി അർത്ഥം വെക്കി. അപ്പം നോമ്പ് ഒരു കാലത്തും അള്ളാഹു തആല എന്തെങ്കിലും ചില നിയമങ്ങൾ പിൻവലിച്ച നിയമങ്ങളുണ്ട്. ഈ ആയത്തോടുകൂടി നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ആയത്തിൽ പിൻവലിക്കൽ ഉണ്ടാവില്ല. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കും രേഖയാണ്. ഇതേ വാക്ക് നിസ്കാരത്തിനെ പറ്റിയിട്ടുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ. രേഖയാണ്. നിസ്കാരം ഒരു രേഖയാണ്, മാറ്റാൻ പറ്റൂല. അതിന് എക്സ്ക്യൂസ് ഉണ്ടാവില്ല. ചെരിഞ്ഞിറക്കാനും മരുന്നിറക്കാനും കഴിയാത്ത കാലത്ത് നമ്മൾ മനസ്സിലെങ്കിലും നിസ്കാരം നടത്തേണ്ടി വരും. എന്തുകൊണ്ട്? രേഖയാണ്, മാറ്റൂല. ഇനി അർത്ഥമാക്കി കതബ അലാ നഫ്സിഹി റഹ്മ. കതബ അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്, അലാ നഫ്സിഹി അവൻ്റെ മേൽ അവൻ റഹ്മ റഹ്മത്ത് ചെയ്യൽ എനിക്ക് നിർബന്ധം. കതബ അലാ നഫ്സിഹി അദാബ് എന്നൊരായത്തില്ല. കതബ അലാ നഫ്സിഹി ലിഇബാദി ജഹന്നം എന്നൊരായത്ത് ഇല്ല. നരകത്തിൽ പുല്ല് മുളപ്പിക്കാൻ ആർക്ക് കഴിയും? അതിൻ്റെ അപ്പുറം ഞാൻ പറയില്ല. നരകത്തിൽ പുല്ല് മുളപ്പിക്കാനും അള്ളാഹു കഴിയും. കാരണം നരകം അള്ളാഹു നിർബന്ധമാക്കിയൊരു സാധനം അല്ല. അള്ളാഹു തആല റഹ്മത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ റബ്ബാണ് നമ്മളെ പടച്ചത് എന്നത് സന്തോഷിച്ചു നോക്കി. അങ്ങനത്തെ ഒരാളാണ് നമ്മളെ പടച്ചോൻ എന്ന് ആനന്ദിച്ചു നോക്കി. ഇന്ന് നോമ്പൂറ്റില്ല ഒരാൾ, നോമ്പൊന്നും നോറ്റില്ല. അള്ളാഹു എനിക്ക് പൂർത്തി തരണേ പറഞ്ഞാൽ അള്ളാഹ് ഓർത്ത് കൊടുക്കൂലേ? നോമ്പോൽക്കാതെ നിങ്ങളുടെ കുതിര വിടാം വരികയാണ്. ജീപ്പെന്ത് വിചാരിച്ച് അങ്ങനെ എല്ലാവർക്കും കൊടുക്കണതോ? ലൗ ജിഅ്തുമൂനി ബിഖറാബിൽ അർദി ദുനൂബൻ. ഈ ഭൂമി മുഴുവനും തിന്മ നിറച്ച് വന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്നാലും ഞാൻ ഓർത്ത് കൊടുക്കും. അള്ള പറയാ എന്താ പറഞ്ഞ്? ഒരു തെറ്റും 10 തെറ്റും 100 തെറ്റുമല്ല. എന്ത്? ഈ ഭൂമി മുഴുവൻ ഒരാൾ തിന്മ നിറച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പൊട്ടിയാണ് കഴിഞ്ഞാൽ ഞാൻ പുറത്തു കൊടുക്കും. ഞാൻ പുറത്തു കൊടുക്കും. അവനാണ് ആര്? അതവൻ്റെ റഹ്മത്താണ്. മനസ്സിലായില്ലേ? കതബ അവൻ എഴുതി വെച്ചിട്ടുണ്ട്, രേഖയാണ്. അലാ നഫ്സിഹി അവൻ്റെ നഫ്സിൻ്റെ മേൽ അർറഹ്മത്ത കരുണയെ. അല്ലാഹു തആല നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ? പറയിൻ്റെ കൂടെ അല്ലേ? രഹസ്യം കേട്ടോട്ടാ. അല്ലാഹു തആല സ്വർഗവാസികളെ സ്വർഗത്തിലാക്കും, നരകവാസികളെ നരകത്തിലാക്കും. എന്നിട്ട് മലക്കളോട് പറയും, അഖ്രിജൂ കിതാബത്തി, എൻ്റെ രേഖ പുറത്തെടുക്കി. ഏതാ രേഖ? റഹ്മത്ത്. നിങ്ങൾ മനസ്സിലാക്കിയില്ല. അല്ലാഹു തആല സ്വർഗക്കാരെ സ്വർഗത്തിലാക്കും, പിന്നെ നരകക്കാരെ നരകത്തിലാക്കും. എന്നിട്ട് മലക്കളോട് പറയും, എൻ്റെ രേഖ പുറത്തിറക്കി. അപ്പം മലക്കളുടെ രേഖ പുറത്തിറക്കും. മലക്കളോട് പറയും, ഞാൻ എനിക്ക് നിർബന്ധമാക്കിയത് റഹ്മത്തല്ലേ, വിളിച്ചിട്ടല്ലേ. അപ്പോൾ 3 പിടി 1-ാം ഘട്ടത്തിൽ തന്നെ 3 പിടി ആളുകളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഇടും. നിങ്ങളെൻ്റെ കൂടെ ഇല്ല. ചില മഹാന്മാരെ വ്യാഖ്യാന പ്രകാരം അപ്പോൾ സ്വർഗത്തിൽ കിടക്കുന്നവരുടെ ഇരട്ടിയായിരിക്കും അതിലൊരു പിടി. കാരണം ഇതവൻ്റെ റഹ്മത്താണ്. ഇബ്ലീസിന് തോന്നിപ്പോകും എനിക്കും കിട്ടും. അവിടേക്ക് തന്നെ എന്താണ്? ഇപ്പം നമ്മളൊരു ക്യൂവിൽ നിൽക്കുകയാണ്, ബില്ലടക്കാൻ മനസ്സിലായില്ല, ഒരു ക്യൂവിൽ നിൽക്കുകയാണ്.
അപ്പോൾ ഒരു 150 ആളുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 10-15 മണിയായി. അപ്പം നമുക്ക് 1 മണിയായ ഒരു ചോറിന് പോകും, പിന്നോട്ട് കിട്ടൂല. നമുക്കാകട്ടെ നിൽക്കാൻ നേരമില്ല. അപ്പം നമുക്ക് ഉറപ്പില്ല എന്ത് ഇന്നത് നടന്നോളന്നില്ല. പെണ്ണുങ്ങളോട് നമ്മൾ വിളിച്ച് പറയും, നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ 150 ആളുണ്ട്, ഇനി അത്ഭുതം സംഭവിക്കണം. അപ്പുറത്തെ കൗണ്ടറിൽ വേറൊരു ഓഫീസറും വന്നിരുന്ന ചിലപ്പോൾ ലെവലായേക്കാം, ഞാൻ കുറച്ച് നേരം നിന്ന് നോക്കട്ടെ. അപ്പം നമുക്ക് അവിടെ നിൽക്കുമ്പോൾ എന്തില്ല, പ്രതീക്ഷയില്ല. അതേ സമയത്ത് കയറ്റി എന്ന് പോയിട്ട് പിന്നെ നമ്മളെ തൊട്ട് മുമ്പിൽ ഒരാളേ ഉള്ളൂ എങ്കിലല്ലേ നമുക്കവിടെ എന്തുള്ളൂ, പ്രതീക്ഷയുള്ളൂ. ഒഴിവാവില്ല, 1 മണിക്ക് ഇനി 3 മിനിറ്റ് കൂടിയിട്ട് ഇയാൾ ഏതായാലും 1 മിനിറ്റ് കൊണ്ട് 1.5 മിനിറ്റ് കൊണ്ട് കഴിയും, അവൻ്റെതും കിട്ടും. മനസ്സിലായില്ല? ഇബ്ലീസിന് പ്രതീക്ഷ വരണമെങ്കിൽ ഇപ്പം നമ്മളെപ്പോലത്തെ ആളുകൾ നരകത്തിലാണെങ്കിൽ ഇബ്ലീസിന് പ്രതീക്ഷ ഉണ്ടാവില്ലല്ലോ. മറ്റേ ആ കുഞ്ഞാമുട്ടിയും മറ്റേ കുഞ്ഞുമേമയും ഒക്കെ തന്നെ ഒരു ഇരുത്തതിൻ്റെ കാര്യം. ഇബ്ലീസ് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ, ഇതിന്ന് റബ്ബിനെ മനസ്സിലാക്കിയിട്ട് നിസ്കരിക്കണം. അതാണ് നിസ്കാരം. അപ്പോൾ അള്ളാഹിനെ പേടിച്ചിട്ടല്ല, അള്ളാഹിനോടുള്ള ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. ബാപ്പ തല്ലണത് പേടിക്കണ കുട്ടികളുണ്ട്, ബാപ്പ തല്ലാതിരിക്കണത് പേടിക്കണ കുട്ടികളുണ്ട്. എന്ത് ചെയ്താലും ബാപ്പ തല്ലൂല, പക്ഷെ തല്ലൂൻ ആഗ്രഹിക്കും, ബാപ്പ തല്ലൂല. നമ്മളൊരു കുരുത്തക്കേട് കാണിച്ചു, നാട്ടിലറിഞ്ഞു, വീട്ടിലറിഞ്ഞു, പോലീസ് പിടിച്ചു, ബാപ്പത്തിനെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവസാനം ബാപ്പന്നെ ആളെ പറഞ്ഞയച്ചു, വക്കീലിനെ പറഞ്ഞയച്ചു, പൈസ കൊടുത്തൊക്കെ പിടിച്ചെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുന്നൊരു വരവുണ്ട്. ആ ജാതി കുരുത്തക്കേട് നമ്മളെ അടുത്തുള്ള വിവരം ബാപ്പ കൂട്ടം അറിയില്ല. ബാപ്പ എപ്പോഴാണ് പോലീസ് പിടിച്ചപ്പോൾ അറിഞ്ഞ്, അള്ളാഹുത്തനെ കാത്തിരക്ഷിക്കട്ടെ. അവിടെ ബാപ്പ മുൻ സിറ്റ് ഔട്ട് തന്നെ ആ പഴയ കാലത്തെ ചൂരക്കസേരയിൽ എൻ്റെ ബാപ്പ കൊണ്ടുതന്നെ ചൂരക്കസേര അതിൻ്റെ മുന്നിൽ കൂടി പോകുക എന്നുള്ളത് ഒരു 100 SIൻ്റെ മുന്നിൽ കൂടി പോകുന്നതിനേക്കാൾ അടങ്ങുന്നത് ആ കസേരൻ്റെ മുന്നിൽ കൂടി പോലാണ്. ഇപ്പോഴും ഞാൻ 2 അടി ബാക്കിലേക്കുള്ളൂ. കബറിന്ന് എണീറ്റ് തല്ലുമെന്ന് പേടിയാണ്. എൻ്റെ ബാപ്പ കബറിന്ന് എണീറ്റ് തല്ലുമെന്ന് എനിക്ക് എപ്പോഴും പേടിയാണ്. കൈ പറയണം. അപ്പം അങ്ങനത്തെ ഒരു ബാപ്പ, മനസ്സിലായില്ല? ബാപ്പാൻ്റെ മുന്നിലെത്തുമ്പോൾ ബാപ്പ അവിടെ വടിയെടുത്തിട്ട് 2 കൊടുക്കുകയാണെങ്കിൽ മകൻ അവിടെ ആശ്വാസമാവും. എന്ത് ബാപ്പാക്കൊരു സമാധാനമായി, എന്തിനെ തല്ലിയപ്പോൾ ബാപ്പ ലക്ഷങ്ങൾ ചിലവാക്കി വക്കീലിനും കോടതിയിലും കെട്ടിയിട്ടാണ് എന്നെ ഇറക്കുന്നത്. അപ്പം വീട്ടിലെത്തുന്ന നേരത്ത് ബാപ്പ എന്ത് ചെയ്ത് നല്ല പറഞ്ഞ് നല്ല ചീത്തറിഞ്ഞ് പോരാത്തവനെ നമുക്ക് ഏജൊക്കെ എനിക്ക് ഉണ്ടായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാപ്പ കുറച്ച് ചീത്തൻ പറഞ്ഞ് 2 ചെപ്പ് കുറ്റി കുണിക്ക് 2 തന്നു. അപ്പം നമുക്ക് പേരക്കകത്ത് കയറി ചെല്ലുമ്പോൾ എന്തുണ്ട്, ആശ്വാസമുണ്ട്. നമുക്ക് കുളിക്കാനും ചായ കുടിക്കാനും അപ്പം കഴിയും. അതേ സമയത്ത് ഇതൊക്കെ ചെയ്ത വാപ്പ നമ്മളെ കണ്ണിലേക്കൊന്ന് നോക്കി, കണ്ണുനീര് വന്നു. നമ്മൾ പോയി കോർന്നു, നമ്മൾ പോയില്ല, പിന്നെ അവിടെ തന്നെ എന്ത് 2 അടിയെങ്കിലും വാപ്പാൻ്റെ കയ്യിൽ നിന്ന് ആദ്യം നമുക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം അവിടെ നമുക്ക് സഹിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? വാപ്പ അനുഭവിക്കുന്ന വേദന നമ്മൾ അവിടെ സങ്കല്പിക്കും. അത്രയും വലിയ ഇഷ്ടമാണ് നമ്മളോട് ആർക്കുള്ളത്. അതാണ് വാപ്പ. മറ്റേ പടച്ചോനല്ല, നരകത്തിനല്ലേ ചങ്ങായി പേടിച്ച് ചള്ളാനെ വിളിക്കും. ഈ ഭൂമി നിറച്ച് നീ ദോഷം ചെയ്തു വന്നാലും എന്നോടൊരു വാക്ക് പറഞ്ഞാൽ ഞാനത് പുറത്തേക്കും. അങ്ങനെ പറഞ്ഞ ഒരു റബ്ബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സയ്യിദ് ഷുഹൂർ. അപ്പോൾ സയ്യിദത്തുൽ അഷറാത്ത് 10ൻ്റെ നേതാവേദ അൽ അഷറത്തുൽ ആദ്യത്തെ 10. കാരണം ഇനിയുള്ളതൊക്കെ ഇതിൻ്റെ ഫറാണ്. ഇനിയുള്ളതെല്ലാം ഇതിലുണ്ട്. 1ാമത്തെ 10ലുണ്ട്.